മകളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി കാത്തു നിൽക്കുന്ന സ്വദേശത്തും വിദേശത്തുള്ള എല്ലാവരെയും കർത്താവിൻ്റെ കൈകളിലേക്ക് സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ? വലിയ സന്തോഷം നിങ്ങൾ അറിയിക്കുന്നതിൽ. ഒത്തിരിയേറെ ജീവിതങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വരുന്നതായിട്ട് അറിയിക്കുന്നു. ദൈവമാണ്, ദൈവത്തിൻ്റെ വചനമല്ലേ കേൾക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് വലിയ മാനസാന്തര അനുഭവങ്ങൾ തരും. ഇതാ ഇന്ന് കർത്താവ് തരുന്ന വചനം റോമക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാം വാക്യം. കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ, ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. മകളെ, ക്രിസ്തുവിനെ അനുഭവിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനി. ക്രിസ്തുവിനെ ധരിക്കുന്നവരാണ് ക്രിസ്തു അനുയായി, ക്രിസ്ത്യാനി, ക്രിസ്തു സാക്ഷികൾ. വികാരങ്ങളെയും മോഹങ്ങളെയും ക്രൂശിച്ചവനാണ് ക്രിസ്ത്യാനി. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ രൂപവും ഭാവവും സ്വഭാവവും ഉള്ളവനാണ് യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ക്രൂശിച്ചവരെല്ലാം ക്രിസ്ത്യാനികളാണ്. യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനും ക്രിസ്തു സഹിച്ചതുപോലെ സഹിക്കാനും ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനും ക്രിസ്തുവിൻ്റെ സ്വഭാവം ദൃശ്യമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും. അതുകൊണ്ട് നമുക്കിങ്ങനൊരു തീരുമാനമെടുക്കാൻ പറ്റുമോ? ക്രിസ്തുവിന് വേണ്ടാത്തത് ക്രിസ്ത്യാനിക്കും വേണ്ട. എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും എത്ര ലാഭം കിട്ടുന്നതാണെങ്കിലും ക്രിസ്തുവിന് വേണ്ടാത്തത് ക്രിസ്ത്യാനിക്കും വേണ്ട എന്ന് തീരുമാനമെടുത്തവനാണ് ക്രിസ്തുവിനെ ധരിച്ചവൻ. ആ കർത്താവിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടി വിളിക്കുകയാണ്. യേശുവിനെ ധരിക്കുവാനായിട്ട് കർത്താവാണ് പ്രചോദനം നൽകുന്നത്. മനുഷ്യൻ്റെ ആഗ്രഹമോ പരിശ്രമമോ അല്ല, ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാറ്റിനും അടിസ്ഥാനം. നമ്മുടെ കഴിവ് കൊണ്ടല്ല എന്ന്, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ക്രിസ്തുവിനെ ധരിക്കാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ തൻ്റെ വസ്ത്രം മാറുന്നത് പോലെ തന്നെ യേശുവിൻ്റെ സ്വഭാവവും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെഴുതുവാൻ അനുഗ്രഹം തരട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവൃത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ കർത്താവ് നമ്മളെ നോക്കി സന്തോഷത്തോടെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.